നാമങ്ങൾക്കൊക്കെയും അതിശ്രേഷ്ഠമായ നാമമുള്ള നമ്മുടെ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു കർത്തൃദിവസം കൂടെ നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ദാനമായി നൽകിയതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. ഞാൻ സകല ജനത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? യഹോവയ്ക്ക് അസാധ്യമായ കാര്യം ഒന്നുമില്ല. കർത്താവായ ദൈവം യിരെമ്യാ പ്രവാചകനോട് പറയുന്ന വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. എന്നാൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 16 മുതൽ ഈ 27 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യിരെമ്യാവ് 32-16 മുതൽ യിരെമ്യാവ് ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. താന് വസ്തു വാങ്ങി അതിന്റെ രേഖകൾ ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അങ്ങനെ ആധാരം നേര്യാവിന്റെ മകനായ ബാരൂക്കിന്റെ പക്കൽ ഏൽപ്പിച്ച ശേഷം ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചത് എന്തെന്നാൽ, യിരെമ്യാവ് പറയുകയാണ്, യിരെമ്യാവ് താൻ വാങ്ങിയ വസ്തുവിന് ആധാരമുണ്ടാക്കി അത് നേര്യാവിന്റെ മകനായ ബാരൂക്കിനെ ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന വളരെ മനോഹരമാണ്. 10 വിധത്തിൽ ദൈവത്തിന്റെ പ്രത്യേകതകൾ ആ പ്രാർത്ഥനയിൽ കാണുവാൻ കഴിയും. ഈ പ്രാർത്ഥനയിലെ ദൈവത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന 10 വിധമായ കാര്യങ്ങൾക്ക് ശേഷമാണ് യിരെമ്യാവ് ശരിക്കും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് യിരെമ്യാവിന്റെ പ്രാർത്ഥനയിൽ യിരെമ്യാവ് ദൈവത്തിന്റെ മഹത്വവും വലിപ്പവും എത്ര ശ്രേഷ്ഠമാണ്, ദൈവം എത്ര വലിയവനാണ് എന്ന് പറഞ്ഞതിന് ശേഷം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചുരുക്കം ചില വാക്കുകളാണ് നാം കാണുന്നത്. ശരിക്കും നാം നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. അതെ, യിരെമ്യാവിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമ്പോഴും ദൈവം ചോദിക്കുന്നത് എനിക്ക് അസാധ്യമായ കാര്യമുണ്ടോ എന്നാണ്. ദൈവത്തെക്കുറിച്ച് ഈ പ്രാർത്ഥനയിൽ യിരെമ്യാവ് പറയുന്ന 10 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. 17-ാം വാക്യം. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. യിരെമ്യാവ് ആദ്യമായിട്ട് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നീ നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. ഓ ലോർഡ് ഗോഡ്, യു ആർ ദ ക്രിയേറ്റർ. നീയാണ് സൃഷ്ടാവായ ദൈവം. നീ നിന്റെ കൈകൊണ്ടാണ് ഈ സകല പ്രപഞ്ചത്തെയും ഉണ്ടാക്കിയിരിക്കുന്നത്. സകലത്തിന്റെയും കാരണക്കാരനായ നീ എത്ര വലിയവനായ ദൈവമാണ്. രണ്ടാമത് 17-ാം വാക്യത്തിൽ വീണ്ടും നാം കാണുകയാണ്, നിനക്ക് അസാധ്യമായത് ഒന്നും ഇല്ല. നത്തിങ് ഈസ് ടു ഡിഫിക്കൽട്ട് ഫോർ യു. നിന്നാൽ അസാധ്യമായത്, നിനക്കു കഴിയാത്തത് ഒന്നുമില്ല. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം ആരാധിക്കുവാൻ വരുമ്പോൾ, അതെ, നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുത്തു വരുമ്പോൾ, നമ്മുടെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല എന്ന് നാം തിരിച്ചറിയുമ്പോൾ അവന്റെ മഹത്വം നാം മനസ്സിലാക്കി അവനോട് പ്രാർത്ഥിക്കുവാൻ കഴിയും. അവന്റെ മഹത്വം കാണുന്ന ഏതൊരുവനും അവനെ ആരാധിക്കുക മാത്രം ചെയ്താൽ മതി. അവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉണ്ട്. മൂന്നാമതായി ദൈവത്തിന്റെ പ്രത്യേകത നാം കാണുകയാണ്. 18-ാം വാക്യം. അവിടെ നാം കാണുന്നു, നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാരണത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. മഹത്വവും വല്ലഭത്വവുമുള്ള ദൈവമേ, സൈന്യങ്ങളുടെ യഹോവ എന്നല്ലോ നിന്റെ നാമം. ഇവിടെ നാം 3 കാര്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ മൂന്നാമതായിട്ട് നാം കാണുകയാണ്, നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിനൊത്തവണ്ണം അവരുടെ ശേഷം അവരുടെ മക്കളുടെ മരണത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. അതെ, ഗോഡ് ഈസ് എ റൈച്ചിയസ് ജഡ്ജ്. 1000 തലമുറയോളം ദയ കാണിക്കുന്ന
വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ പിതാക്കന്മാരുടെ അകൃത്യത്തിന്, അവരുടെ മക്കളുടെ മരണത്തിൽ ദൈവം അതിന് തക്കവണ്ണം പകരം കൊടുക്കുന്നു. അപ്പോൾ നീതിമാനായ ദൈവം ദയയും വിശ്വസ്തതയുമുള്ള മഹാകരുണയുള്ള ദൈവമാണ്. അതേ സമയത്ത് തന്നെ പാപത്തിന് തക്കവണ്ണം ശിക്ഷ കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ വാക്യത്തിൽ തന്നെ 4-ാമത്തെ കാര്യം കാണുന്നു. മഹത്വവും വല്ലഭത്വവുമുള്ള ദൈവമേ. ഓ ഗ്രേറ്റ് ആൻഡ് മൈറ്റി ഗോഡ്. ദൈവം മഹത്വവാനായ ദൈവമാണ്, വല്ലഭത്വമുള്ള ദൈവമാണ്. ഗോഡ് ഈസ് ഗ്രേറ്റ് ആൻഡ് ഗോഡ് ഈസ് മൈറ്റി. ദൈവം വലിയവനാണ്, ദൈവം സർവശക്തനാണ്. നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം, നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദൈവം വല്ലഭനും സർവശക്തനുമായ മഹാദൈവമാണ്. ആ ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയണം. 5-ാമതായി നാം അവിടെ കാണുന്നു, ദൈവമേ സൈന്യങ്ങളുടെ യഹോവ എന്നല്ലോ നിന്റെ നാമം. ദൈവത്തിനൊരു നാമമുണ്ട്, ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്. അതേ സൈന്യങ്ങളുടെ ദൈവം, അതേ 1000 കോടി ദൂതന്മാർ, കോടാനുകോടി ദൂതന്മാർ സദാസമയവും ആരാധിക്കുന്ന, അവന്റെ ആജ്ഞ കേട്ട് പ്രവർത്തിക്കുന്ന ആ ദൂതന്മാരുടെ സൈന്യം ഈ ദൈവത്തിനുണ്ട്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അതുകൊണ്ട് ആ ദൈവത്തിന്റെ നാമം സൈന്യങ്ങളുടെ ദൈവം, സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവന്റെ നാമം. ഇനിയും 19-ാം വാക്യത്തിൽ നാം 6-ാമത്തെ കാര്യം കാണുകയാണ്. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും ആകുന്നു. ഗ്രേറ്റ് ഇൻ കൗൺസൽ ആൻഡ് മൈറ്റി ഇൻ ഡീഡ്. നമ്മുടെ ദൈവം ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമാണ്. അവൻ എന്ത് തീരുമാനിക്കുന്നുവോ അത് ഭൂമിയിൽ നടപ്പാക്കുവാൻ അവനറിയാം. അവന്റെ ആലോചനയ്ക്ക് തുല്യമായി വേറെ ഒരുവന്റെയും ആലോചന നിൽക്കുകയില്ല. അവന്റെ ബുദ്ധി അപരിമിതമാണ്. അവന്റെ ജ്ഞാനത്തിനൊത്തവണ്ണം ജ്ഞാനമുള്ള ആരും ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും ആകുന്നു. ഇനിയും നാം 7-ാമത്തെ കാര്യം കാണുന്നു. ഓരോരുത്തൻ അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വയ്ക്കുന്നു. അതേ സങ്കീർത്തനം 53 നാം കാണുന്നു, യഹോവ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. മനുഷ്യപുത്രന്മാരുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ ദൃഷ്ടി വരികയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ. ഇവിടെ നാം കാണുന്നത് ദൈവം മനുഷ്യരുടെ മേൽ ദൃഷ്ടി വയ്ക്കുന്നത് ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ, ഓരോരുത്തനും അവന്റെ വഴിക്ക് തക്കവണ്ണം പകരം കൊടുക്കുവാൻ ദൈവം മനുഷ്യരെ തന്റെ ദൃഷ്ടി വെച്ച് നോക്കുന്നു. അപ്പോൾ ദൈവം മനുഷ്യരെ വീക്ഷിക്കുന്നത് എന്തിനാണ്? ദൈവത്തെ മാനിച്ച്, ദൈവത്തെ ആദരിച്ച്, അവന്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നവനെ അനുഗ്രഹിക്കുവാൻ, അവന് നന്മ നൽകുവാൻ, അവന് പ്രതിഫലം നൽകുവാൻ. എന്നാൽ ദൈവത്തെ അപമാനിച്ച്, ദൈവത്തെ നിന്ദിച്ച്, ദൈവത്തിന് വിരോധമായി ജീവിക്കുന്നവന് തക്കവണ്ണം ശിക്ഷ നൽകുവാൻ ദൈവം അവരെ നോക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ദൃഷ്ടി ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ, താൻ എത്ര ശ്രേഷ്ഠനെന്ന് അവരിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം മനുഷ്യനെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ദൃഷ്ടി എല്ലാവരെയും നോക്കുകയാണ്, അവർക്ക് തക്ക പ്രതിഫലം കൊടുക്കുവാൻ. 8-ാമതായിട്ട് നാം 20-ാം വാക്യത്തിൽ കാണുകയാണ്, നീ ഇസ്രായേൽ ദേശത്ത് ഇന്നുവരെയും ഇസ്രായേലിലും മറ്റ് മനുഷ്യരുടെയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇന്നുള്ളതുപോലെ നിനക്ക് ഒരു നാമം സമ്പാദിക്കുകയും. അപ്പോൾ ദൈവം മിസ്രൈമ്യരുടെ ഇടയിലും ഇസ്രായേലിയരുടെ ഇടയിലും മറ്റുള്ള എല്ലാ മനുഷ്യരുടെ ഇടയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. എന്തിനാണ്? ദൈവം എത്ര ശ്രേഷ്ഠൻ എന്നുള്ള അവന്റെ നാമം വെളിപ്പെടുത്തുവാൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ നാമം ശ്രേഷ്ഠമാണ്. അവൻ മിസ്രൈമ്യരുടെ മേലും ഇസ്രായേലിയരുടെ മേലും
ഭൂമിയിലുള്ള സകല മനുഷ്യരുടെ മേലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് തനിക്കൊരു നാമം സമ്പാദിച്ചവനാണ്. അവന്റെ നാമത്തിന് തുല്യമായ വേറൊരു നാമവുമില്ല. അവനെ പോലെ ആരാധ്യനായ ഒരു ദൈവമില്ല. അതുകൊണ്ട് നമ്മുടെ ദൈവം ഏറ്റവും ശ്രേഷ്ഠനാണ്. നമ്മുടെ ദൈവം സത്യദൈവമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം വായിക്കുകയാണ്. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അതെ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം തനിക്കൊരു നാമം സമ്പാദിച്ചിരിക്കുന്നു. പിന്നെയും നാം 9-ാമത്തെ കാര്യം കാണുന്നു. അത് 21-ാം വാക്യത്തിലാണ്. നിന്റെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മഹാഭീതി കൊണ്ടും മിസ്രയീം ദേശത്തിൽ നിന്ന് കൊണ്ടുവരികയും. So the Lord redeemed the people of Israel from the land of Egypt with his mighty power, with his mighty hand. ദൈവം തന്റെ ശക്തിയാൽ, മഹാശക്തിയാൽ ഇസ്രായേലിനെ വീണ്ടെടുത്തു. അതെ, ഈ വാക്യം നാം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ബലമുള്ള കൈ, അവന്റെ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, അവന്റെ നീട്ടിയ ഭുജം, മഹാഭീതി, അത് മിസ്രയീമ്യരുടെ മേൽ പരത്തി. ദൈവം തന്റെ ശക്തിയാൽ ഇസ്രായേലിനെ വീണ്ടെടുത്തു. ഇന്ന് നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷത്തോടെ പറയുവാൻ കഴിയും, ദൈവം തന്റെ മഹാശക്തിയാൽ നമ്മെ വീണ്ടെടുത്തത്. പിശാചിനെ ആയുധവർഗം വെപ്പിച്ച് അവന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നമ്മളെ സ്വതന്ത്രരാക്കി തീർത്ത ദൈവത്തിന്റെ മഹത്വം എത്ര ശ്രേഷ്ഠമാണ്. തന്റെ ശക്തിയാൽ അവൻ നമ്മെ വിടുവിച്ചു. കർത്താവായ യേശു ക്രിസ്തു പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. കാൽവരി ക്രൂശിൽ തന്റെ മരണത്താൽ നമ്മളെ വീണ്ടെടുത്തു. എത്ര സന്തോഷകരമായ, ധ്യാനിക്കുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ കൊള്ളാവുന്ന വിഷയം. 10-ാമതായി നാം കാണുന്നത് ഇങ്ങനെയാണ്. 22-ാം വാക്യം. അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുവാൻ നീ അവരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെ അവർക്ക് കൊടുക്കുകയും ചെയ്തു. The Lord not only redeemed the people of Israel, but he gave them the land according to the promise that he has made with their forefathers, with his children. തന്റെ മക്കളോട്, അത് ഇസ്രായേൽ ജനത്തിന്റെ പിതാക്കന്മാരോട് ദൈവം ഉടമ്പടി ചെയ്തതുപോലെ, അവന്റെ വാഗ്ദത്തം പോലെ അവൻ അവർക്ക് ആ വാഗ്ദത്ത ഭൂമി കൊടുത്തു. പാലും തേനും ഒഴുകുന്ന ആ ദേശം. അതുകൊണ്ട് അവൻ ഇസ്രായേലിനെ അത്ഭുതകരമായി വീണ്ടെടുത്ത് കനാൻ ദേശത്ത് കൊണ്ടുവന്ന് അവിടെ അവരെ പാർപ്പിച്ചു. അതുകൊണ്ട് ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ആ ദൈവം പിന്നീട് യിരെമ്യാവ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി യിരെമ്യാവിനോട് പറയുകയാണ്, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? Behold, I am the Lord, the God of all flesh. Is anything too difficult for me? യിരെമ്യാവിനോട് പറയുകയാണ്, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ എനിക്കുള്ള പദ്ധതികൾ വലുതാണ്. ഞാൻ എന്റെ എല്ലാ പദ്ധതികളും നിറവേറ്റും. എനിക്ക് അസാധ്യമായത് ഒന്നുമില്ല. നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇന്നും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ദൈവത്തിന്റെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവത്തിന്റെ വാഗ്ദത്തം പോലെ ദൈവം തന്റെ അരുളപ്പാടുകൾ നിറവേറ്റുകയാണ്. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല. നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നത്തിങ് ഈസ് ടു ഇമ്പോസിബിൾ ഫോർ ഗാഡ്. ഇന്ന് നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് വീണ്ടെടുപ്പ് നൽകിയ, നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകിയ, നമ്മുടെ പാപങ്ങൾ നമ്മളോട് ക്ഷമിച്ച, നമുക്ക് വൻകാര്യങ്ങൾ ചെയ്ത് അത്ഭുതങ്ങളും അടയാളങ്ങളാലും നമ്മളെ നടത്തുന്ന നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും നമുക്ക് അവനെ ആരാധിക്കാം, അവന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാം. അവന്റെ പരിശുദ്ധ നാമം ഇന്നുവന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ ദൈവമേ, തേജോമയനായ ദൈവത്തിന്റെ സന്നിധിയിൽ
അങ്ങയുടെ വല്ലഭത്വവും അങ്ങയുടെ മഹത്വവും അങ്ങയുടെ തേജസ്സും ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല, അങ്ങേക്ക് കഴിയാത്ത കാര്യമില്ല. അങ്ങ് ഞങ്ങളോട് ദയ കാണിച്ചു. 1000 തലമുറയോട് വിശ്വസ്തതയും ദയയും കാണിക്കുന്ന ദൈവം ഞങ്ങളോട് ദയ കാണിച്ചത് കൊണ്ട് സ്തോത്രം. അങ്ങയുടെ ദയയാൽ ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ മക്കളവകാശികളുമാക്കി തീർത്തു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് അങ്ങ് ഞങ്ങളെ രാജകീയ പുരോഹിത വർഗമാക്കി അങ്ങ് ആരാധിക്കുന്ന ജനമാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ദൈവത്തിന് കഴിയാത്ത കാര്യമൊന്നുമില്ല, അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ല. അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തു. അങ്ങ് ഞങ്ങളെ വാഗ്ദത്തത്തിന്റെ അവകാശികളാക്കി മക്കളവകാശികളുമാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു നിമിത്തം ഞങ്ങൾ സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ വല്ലഭനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.